ഹായ് സ്റ്റുഡൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ അല്പം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിനി പഠിപ്പിക്കാൻ പോകുന്നത്. ഈ പ്രോബ്ലം ഒന്ന് നോക്കിക്കേ. ദി സം ഓഫ് n ടേംസ് ഓഫ് ടു അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ആർ ഇൻ ദ റേഷ്യോ 5n + 4 9n + 6. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിയർ 18th ടേംസ്. ഇവിടെ നോക്കിക്കേ, സം ഓഫ് n ടേംസ് ഓഫ് ടു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ റേഷ്യോ ആണ്. അതായത് ഫസ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് 5n + 4ഉം സെക്കൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് 9n + 6ഉം ആണ്. എങ്കിൽ ഈ ടു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും 18th ടേംസ് തമ്മിലുള്ള റേഷ്യോ എന്ത്? ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ 18th ടേംസ്. നമ്മൾ ആ 18th ടേംസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്തായാലും തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് അരിത്തമെറ്റിക് ടേംസ്, ടു അരിത്തമെറ്റിക് ടേംസ്. ഫസ്റ്റ് അരിത്തമെറ്റിക് ടേമിൻ്റെ സം ഇതാണ്. സം കാണാനുള്ള ഫോർമുല അറിയാം. ഫസ്റ്റ് അരിത്തമെറ്റിക് ടേമിൻ്റെ സം നമുക്ക് നോക്കാം. n/2 × 2a. 2a എന്ന് പറയുന്നത് ഫസ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആകുമ്പോൾ 2a1 2a1 + n - 1 × d1. ഫസ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് അറിയാനാണ് a1 d1 കൊടുത്തത്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കാണാനുള്ള ഫോർമുല ഇതാണ്, ഡിവൈഡഡ് ബൈ സം ഓഫ് സെക്കൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കാണാനുള്ള ഫോർമുല ഇതുമാണ് അല്ലേ. ഇപ്പോൾ ഇത് റേഷ്യോ ഓഫ് സം ഓഫ് 2AP, റേഷ്യോ ഓഫ് സം ഓഫ് 2AP ആണ്. ഇറ്റ് ഈസ് ഗിവൺ എന്താണ്? 5n + 4 9n + 6. 9n + 6 ഇറ്റ് ഈസ് ഗിവൺ. 5n + 4 9n + 6. റേഷ്യോ ഓഫ് ടു അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ആർ ഗിവൺ 5n + 4 / 9n + 6. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ആ റേഷ്യോ ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കിയെടുത്തു. മനസ്സിലായല്ലോ? ഇത് ഫസ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം ഇതാണ്, സെക്കൻഡിൻ്റെ ഇതാണ്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഗിവൺ 5n + 4 / 9n + 6 ഇറ്റ്സ് ഗിവൺ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. n/2 ഞാൻ കട്ടാക്കി കളയാം. 2a1 + n - 1 × d1 divided by 2 it is not a1 a2 2a2 + n - 1 × d2 is 5n + 4 divided by 9n + 6. ഓക്കെ, ഇവിടെ 2 കൊണ്ട് ഇവിടെ 2 ഇല്ല, 2 കൊണ്ട് ഹോൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഈ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ /2 ഇടുമ്പോൾ ഈ 2 ും 2 കട്ടായി പോകും. ദെൻ ഇറ്റ് ഈസ് a1. മനസ്സിലായില്ലേ? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ 2 ഇട്ടാൽ മതി. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ും കട്ട് ചെയ്തു. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഇടാനേ പറ്റുള്ളൂ, ഹോൾ ഡിവൈഡ്. അതുപോലെ തന്നെ ഇവിടെയും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a2 കിട്ടും. ഈ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n - 1 × d2/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5n + 4 / 9n + 6. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? യെസ്. ഇനി ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദിയർ 18th ടേംസ് എന്നാണ് പറയുന്നത്. സം ഓഫ് ദി n ടേംസ് ഓഫ് ടു അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ആർ ഇൻ ദി റേഷ്യോ 5n + 4 = 9n + 6. ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദിയർ 18th ടേം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 18th ടേം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 18th ടേം എന്ന് പറയുമ്പോൾ 18th ടേം എന്ന് കിട്ടാൻ ഞാൻ വെറുതെ ഇവിടെ 35 എന്ന് പുട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. 35 എന്ന് ഞാൻ എന്നിന് പുട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെയും 35 എന്ന് പുട്ട് എടുത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. മുകളിലും താഴെയും എന്നുണ്ട്. അപ്പോൾ രണ്ടിനും ഞാനൊരു 35 എന്ന് പറയുന്ന നമ്പർ എന്ന് പുട്ട് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ എന്താണ് കിടക്കുന്നത്? n - 1/2. n - 1/2 ആണ് എടുക്കുന്നത്. n - 1/2 എന്ന് പറയുന്നത് 17. n - 1/2 എന്ന് പറയുന്നത് 17 ആണെങ്കിൽ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 18th ടേമല്ലേ കിട്ടേണ്ടത് അല്ലേ? 18th ടേമിൻ്റെ റേഷ്യോ കാണുന്നത് 18th ടേമിൻ്റെ റേഷ്യോ ആണ് കാണുന്നത്. 18th ടേം കാണാനുള്ള ഫോർമുല എന്താണ്? a + 18th ടേം കാണാൻ 17d അല്ലേ? 18 - 1d 17d. ഇതാണ് 18th ടേം കാണാനുള്ള ഫോർമുല. അപ്പോൾ 17th d എന്നാണ് വരേണ്ടത് അല്ലേ? a + 17th d എന്നാണ് വരേണ്ടത്.
അപ്പോൾ n/2 ഇവിടെ n/2ൻ്റെ അവിടെ 17 കിട്ടിയാൽ പോരെ അല്ലേ? മനസ്സിലായോ? ഇല്ല. ഇവിടെ സം ഓഫ് 8 എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദിയർ 18th ടേം എന്നാണ് പറയുന്നത്. 18th ടേം എന്ന് പറയുന്നത് a+17d അല്ലേ? a+17d അല്ലേ? 17d എന്ന് പറയുമ്പോൾ a+n-1 d ആണ്. അപ്പോൾ n-1 എന്ത് കിട്ടണം? n-1 ഈ ഇവിടെ 17 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് n-1/2 എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കിട്ടണം? 17 കിട്ടണം. 17 കിട്ടണമെങ്കിൽ n-1/2ൻ്റെ ആ പ്ലേസിൽ 17 കിട്ടണമെങ്കിൽ n-1 എന്തായിരിക്കണം? 17 × 2 34 ആയിരിക്കണം. n ഈക്വൽസോ 34 + 1 = 35 ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ? അതിനാണ് ഞാൻ n-നെ 35 എന്ന് പുട്ട് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതെങ്ങനെ മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറയാം. ഇതിൻ്റെ 18th ടേമിൻ്റെ റേഷ്യോ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. 18th ടേമിൻ്റെ റേഷ്യോ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ് കൊടുക്കുന്നത്? a1 + 17th d എന്ന് പറഞ്ഞാൽ 18th ടേം ആയില്ലേ? a+17th d a+17th d അല്ലേ 18th ടേം? അപ്പോൾ a+17th d എന്ന് ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെ n-1/2 എന്തായിരിക്കണം? 17 ആയിരിക്കണം. മനസ്സിലായില്ലേ? 18th ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് 18th ടേമിൻ്റെ റേഷ്യോ ആക്കാൻ ഒരു പാടുമില്ല. എന്താണ്? n-1/2ന് ആ പ്ലേസിൽ നമ്മൾ 17 ഇട്ടാൽ പോരെ. a1 + 17th d 18th ടേമാണ് അല്ലേ? അപ്പോൾ 18th ടേം കാണി a+17th d ആണ്. അപ്പോൾ n-1/2 എന്ന് പറയുന്നതിൻ്റെ പ്ലേസിൽ 17 കിട്ടണമെങ്കിൽ n-1/2 എന്ന് പറയുന്നതിൻ്റെ പ്ലേസിൽ 17 കിട്ടണമെങ്കിൽ n എത്രയായിരിക്കണം? 35 ആയിരിക്കണം. അതുകൊണ്ട് പുട്ട് n = 35. അതുകൊണ്ടാണ് n 35 എന്ന് പുട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a1 + 35 - 1/2d1 a2 + 35 1/2 × d2 ഈക്വൽസ് എന്നിന് ഒരു 5 × 35. ഇവിടെ എന്നിന് 35 എന്ന് കൊടുക്കണം. 9 × 35 + 6. അപ്പോൾ ഇതെന്ത് കിട്ടി? a1 + 34/2 17d1 a2 + 17d2 ഈക്വൽസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആഡ് ചെയ്യുമ്പോൾ 179/321 കിട്ടും. ഇപ്പം കിട്ടി. ദിസ് ഈസ് 18th ടേം. അപ്പോൾ റേഷ്യോ ഓഫ് 18th ടേം ആണിത്. അതെത്രയാണ്? 179/321. ആൻസർ കിട്ടിയില്ലേ? നമുക്കെന്ത് പറയാം? റേഷ്യോ ഓഫ് 18th ടേം എന്ന് പറയുന്നത് 179:321 ആണ്. കണ്ടോ? ഒന്നുകൂടി പറയാം, ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കെന്താണ് സം ഓഫ് 2 APസിൻ്റെ ഫീസിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് 5n + 4/9n + 6. അത് മനസ്സിലായല്ലോ? സം കാണാനുള്ള ഫോർമുല ഇട്ട് കൊടുത്തു. രണ്ട് സം കാണാനുള്ള ഫോർമുല ഇട്ട് കൊടുത്തു. അപ്പോൾ n/2 വെട്ടിപ്പോയി, കട്ട് ചെയ്ത് പോയി. 2 കൂടെ എക്സ്ട്രാ ഒരു 2 ഉണ്ട്. അപ്പോൾ a1 + n-1/2 d എന്ന് ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 18th ടേമിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. 18th ടേം എന്ന് പറയുന്നത് എന്താണ്? a+17th d ആണ്. അതായത് a1 + 17th d 17th എന്നുള്ളതിൻ്റെ പ്ലേസിൽ n-1/2 ആണ് കിടക്കുന്നത്. അപ്പോൾ n എത്രയായിരിക്കും? n-1/2 ആണ് 17 എങ്കിൽ n = 35 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ n-നെ 35 എന്ന് പുട്ട് ചെയ്ത് കൊടുത്തു. കൊടുത്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. 17th ടേം കാണാനുള്ള ഫോർമുല 17th ടേം കാണാനുള്ള ഫോർമുല 17th അല്ല 18th ടേം കാണാനുള്ള ഫോർമുല 18th ടേമിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 18th ടേം, 18th ടേം. അതിൻ്റെ റേഷ്യോ 179:321. കണ്ടോ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പല എക്സാമിനും ചോദിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ എന്നോട് പ്രത്യേകം വാട്സപ്പിൽ പറയണം. മനസ്സിലായില്ലെങ്കിൽ ഏത് പാട്ട് മനസ്സിലായില്ല എന്നൊന്ന് ടിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഭാഗം എഴുതിയിട്ട് വാട്സപ്പിൽ അയക്കണം. അറിയില്ല കേട്ടോ, കാരണം ഇത് പരീക്ഷയ്ക്ക് വരും, എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫൈൻഡ് ദി സം ഓഫ് ടേംസ് ഓഫ് ആൻ AP ഹൂസ് kth ടേം ഈസ് 5k + 1. kth ടേം 5k + 1 ആണെങ്കിൽ സം ഓഫ് ടേംസ് മീൻസ് സം ഓഫ് n ടേംസ് എന്ന് എഴുതാം. n ടേംസിൻ്റെ സം കാണണം. kth ടേം 5k + 1 ആണ് അല്ലേ? ഇപ്പോൾ kth ടേം 5k + 1 ആണെങ്കിൽ ഫസ്റ്റ് ടേം a = എന്തായിരിക്കണം? ഫസ്റ്റ് ടേം കാണണമെങ്കിൽ ഈ kth ടേമിന് 1 എന്ന് kക്ക് 1 എന്ന് പുട്ട് ചെയ്ത് കൊടുത്താൽ 5 × 1 + 1
ദാറ്റ് ഈസ് 5 + 1 = 6 ഈസ് ദി ഫസ്റ്റ് ടേം. ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് nth ടേം. ലാസ്റ്റ് ടേം ഓർ nth ടേം. nth ടേമാണ് ലാസ്റ്റ് ടേം. nth ടേം കാണണമെങ്കിൽ ലാസ്റ്റ് ടേം കാണണമെങ്കിൽ കെക്ക് n എന്ന് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ nth ടേം കിട്ടും. ദെൻ 5 × n + 1 ദാറ്റ് ഈസ് 5n + 1. ദാറ്റ് ഈസ് ദി nth ടേം ഓർ ലാസ്റ്റ് ടേം 5n + 1. ഇനി സം ഓഫ് nth ടേം ആണ്. സം ഓഫ് nth ടേം ഈസ് Sn = സം ഓഫ് nth ടേം ഈസ് n/2 × a + al അല്ലെങ്കിൽ a + l ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതിൽ സം ഓഫ് n ടേംസ് യെസ് n ഈസ് n2, a ഈസ് വാട്ട് ഈസ് a 6 + an ലാസ്റ്റ് ടേം ഈസ് 5n + 1. സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടോ. ദാറ്റ് ഈസ് n/2 × 5n ഉണ്ട് 5n അവിടെ നിൽക്കട്ടെ. 6 + 1 = 6 + 1 = what? 7. അപ്പോൾ nth ടേം ഈസ് n/2 × 5n + 7. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല, ഇത്രയും ചെയ്താൽ മതി, അതിൻ്റെ ആൻസറായി. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് an AP ഹൂസ് kth ടേം ഈസ് k + 1 5k + 1. ഫസ്റ്റ് 1 എന്ന് ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, n എന്ന് ഇട്ട് കൊടുത്താൽ ലാസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്കറിയാമെങ്കിൽ സം ഓഫ് n ടേംസ് കാണാൻ n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം പുട്ട് ചെയ്ത് കൊടുത്തു. വളരെ സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സം ഓഫ് n ടേംസ് ഓഫ് an AP. ഒരു എ പിയുടെ n ടേംസിൻ്റെ സം ഓഫ് n ടേംസ് ഈസ് Pn + Qn². Pn + Qn². P ആൻഡ് Q ആർ കോൺസ്റ്റൻസ്. പിയും ക്യൂവും കോൺസ്റ്റൻസ് ആണ്. ഫൈൻഡ് കോമൺ ഡിഫറൻസ്. സം ഓഫ് n ടേംസ് ആണ്. അപ്പോൾ നമുക്ക് സം ഓഫ് ഫസ്റ്റ് ടേം കാണാം. സം ഓഫ് വൺ ടേംസിൻ്റെ സം കാണണമെങ്കിൽ സം ഓഫ് n ടേംസ് ഈസ് Pn + Qn². ദെൻ സം ഓഫ് വൺ ടേം ഈസ് വൺ ടേം കാണണമെങ്കിൽ n-ന് 1 എന്ന് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. P × 1 + Q × 1² that is P + 1² 1 P + Q. P + Q is sum of one term. Sum of two terms കൊടുക്കാം. Sum of two termsന് n-ന് 2 എന്ന് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. P × 2 + Q × 2² that is 2P + Q × 4 that is 2P + 4Q. First equation, second equation. Sum of two terms. ഈ കോമൺ ഡിഫറൻസിലെ കാണേണ്ടത് ഇവിടെ നോക്കിയിരിക്കുക. ഇവിടെ ഞാൻ പറയുന്ന ഒന്ന് നോക്കിയിരിക്കുക. ഒരു എ പി 1 AP 2 4 6 8. ദിസ് ഈസ് ആൻ എ പി. ഓക്കെ. സം ഓഫ് ഫസ്റ്റ് ടേം ഈസ് ഫസ്റ്റ് ടേമിൻ്റെ സം 2. Sum of first term is 2. Sum of second term, sum of two terms is 2 + 4 = 6. Okay. Sum of first term, sum of two terms. Okay. In S2 - S1 is what? S2 - S1, 6 - 2 = 4. അപ്പോൾ സം ഓഫ് ടു ടേംസ് മൈനസ് സം ഓഫ് വൺ ടേം ഈസ് സെക്കൻഡ് ടേം. ഓക്കെ, ദാറ്റ് ഈസ് T2. സെക്കൻഡ് ടേം ഈസ് സം ഓഫ് ടു ടേംസ് മൈനസ് സം ഓഫ് വൺ ടേംസ്. സം ഓഫ് ടു ടേംസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മിൽ നിന്ന് ഫസ്റ്റ് ടേമിൻ്റെ സം കുറച്ചാൽ സെക്കൻഡ് ടേം കിട്ടും. ഐഡിയ മനസ്സിലായോ? സം ഓഫ് ടു ടേംസിൽ നിന്ന് സം ഓഫ് വൺ ടേംസ് കുറച്ചാൽ എന്താവും? സെക്കൻഡ് ടേം കിട്ടും. ഹിയർ ഓൾസോ സെക്കൻഡ് ടേമിന് T2 എന്ന് പറയാം, A2 എന്ന് പറയാം. ഓക്കെ, then A2 equals sum of two terms minus sum of one terms. That is sum of two terms is 2P + 4Q minus sum of one term is bracket ഇടണം P + Q. Then 2P + 4Q മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈൻ മാറും. -P - Q. That is 2P - P = P. 4Q - Q equals 3Q. 2P - P. 4Q - Q 3Q. P + 3Q is the second term. Then
വാട്ട് ഈസ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം ഈസ് സം ഓഫ് ഫസ്റ്റ് ടേം തന്നെയാണ് സം ഓഫ് ഫസ്റ്റ് ടേം. ദിസ് ഈസ് സം ഓഫ് ഫസ്റ്റ് ടേം. സം ഓഫ് ഫസ്റ്റ് ടേം ഈസ് ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് സം ഓഫ് ഫസ്റ്റ് ടേം ആണ്. സം ഓഫ് ഫസ്റ്റ് ടേം ഈസ് വാട്ട്? സം ഓഫ് ഫസ്റ്റ് ടേം ഈസ് പി പ്ലസ് ക്യൂ. പി പ്ലസ് ക്യൂ ഈസ് ദി ഫസ്റ്റ് ടേം. മനസ്സിലായില്ലേ? ഇത് സം ഓഫ് ഫസ്റ്റ് ടേമും സെയിം അല്ലേ? സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒരു ടേമിൻ്റെ സം. ഒരു ടേമിൻ്റെ സം ആ ടേം തന്നെയല്ലേ? അപ്പോൾ സം ഓഫ്, അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ടേം കിട്ടി. ഫസ്റ്റ് ടേം ഈസ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് ടേം ആണ് ഫസ്റ്റ് ടേം. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ. ഓക്കെ. ഇനി വാട്ട് അബൌട്ട് യു ഡി? കോമൺ ഡിഫറൻസ് ആണെങ്കിൽ A2 മൈനസ് A1 ആണ് അല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് A2 ഹിയർ? പി പ്ലസ് 3Q മൈനസ് പി പ്ലസ് ക്യൂ. ദാറ്റ് ഈസ് പി പ്ലസ് 3Q മൈനസ് പി പ്ലസ് ക്യൂ. ദാറ്റ് ഈസ് പിന്ന് പി പോയി 3Q പ്ലസ് ക്യൂ ഈസ് 4Q. ആ, പി പ്ലസ് 3Q. സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ. T2 മൈനസ് T1. 1 മിനിറ്റ്. 4Q അല്ലല്ലോ. 3Q മൈനസ് Q ഈക്വൽസ് 2Q. 3Q ഇത് പ്ലസ് അല്ല, ഇത് മൈനസ് ആണ്. മൈനസ് പി ഇൻറ്റു പി മൈനസ് പി മൈനസ് പി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ. 2Q ഈസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഈസ് ദിസ് ഈസ് ദി ആൻസർ. ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ്? സം ഓഫ് ടേംസ് ഈസ് ഗിവൺ. എന്നിട്ട് കോമൺ ഡിഫറൻസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ടേംസ് എന്നാൽ എന്നിന് 1 എന്ന് പുട്ട് കൊടുത്താൽ സം ഓഫ് 1 ടേം കിട്ടും. n ഈസ് 2. എന്നിന് 2 എന്ന് പുട്ട് ചെയ്ത് കൊടുത്താൽ സം ഓഫ് 2 ടേംസ് കിട്ടും. ഓക്കെ. സം ഓഫ് 2 ടേംസ് ചെയ്ത് സം ഓഫ് 1 ടേം മൈനസ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. ഓക്കെ. സം ഓഫ് ഫസ്റ്റ് ടേം തന്നെയാണ് ഫസ്റ്റ് ടേം. ഇപ്പോൾ സെക്കൻഡ് ടേമും കിട്ടി, ഫസ്റ്റ് ടേം കിട്ടിയാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസും കിട്ടും. നമ്മളത് മൈനസ് ചെയ്തു, അത്രേ ഉള്ളൂ. കണ്ടോ? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുമൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. ഇവിടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി സം ഓഫ് സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് an AP, സം ഓഫ് n ടേംസ് ഓഫ് an AP ഈസ് 116, 25, 22, 19. ഈ എ പിയുടെ nth ടേം അല്ല, സം ഓഫ് n ടേംസ്. n ടേം അല്ല, സം ഓഫ് n ടേം ഈസ് 116. ഫൈൻഡ് ദി ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം മീൻസ് nth ടേം. അതാണ് ക്വസ്റ്റ്യൻ. ഹിയർ എ ഈസ് ഗിവൺ 25, d is 22 minus 25, that is minus 3. Okay, d is minus 3. Sum of n terms. What is sum of n terms? Sum of n term is n by 2 into 2a plus n minus 1 into d. That is sum of n terms. ഈ സം ഓഫ് n terms is 116 തന്നിട്ടുണ്ട്. അതായത് n by 2 into 2a, 2 into what is a 25, 2 into 25 plus n minus 1 into what is d? Minus 3. That is, which is 116. That is given. Sum of n terms is given 116. Sum of n terms കാണാനുള്ള ഫോർമുലയിലോട്ട് എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 116 ആണെന്ന് എഴുതി. ഈ 2 കൊണ്ട് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈസി ആയിട്ടല്ലേ. ദെൻ n ഈക്വൽസ് 2 into 25 is 50 minus 3 into n minus 3n minus 3 into minus 1 is plus 3. ഈ 2 കൊണ്ട് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽസ് 2 into 6 32, 2 4 2 242 242 ആണ്. 232 232. ഓക്കെ. ഇനി n ഈക്വൽസ് ഇവിടെ മൈനസ് 3 ഉണ്ട്. മൈനസ് 3 അവിടെ കിടക്കട്ടെ. 50 plus 3 53 plus 53 is 232. മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തിറക്കാം. n ഇൻറ്റു മൈനസ് 3n മൈനസ് 3n സ്ക്വയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുകയാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുകയാണ്. n ഇൻറ്റു മൈനസ് 3n മൈനസ് 3n സ്ക്വയർ. n ഇൻറ്റു 53 ഈസ് 53n. ഇതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് 232 ഈക്വൽസ് 0.
ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എൻ സ്ക്വയറിന് മൈനസ് വരാൻ പാടില്ലല്ലോ. സെക്കൻഡ് പവറുള്ള വേരിയബിളിന് സെക്കൻഡ് പവറുള്ളതിന് മൈനസ് വരാൻ പാടില്ല. എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യണം. മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. 3n സ്ക്വയർ മൈനസ് 53n പ്ലസ് 232 ഈക്വൽ 0 അല്ലേ? ഇങ്ങനെ കിട്ടി. 3n സ്ക്വയർ മൈനസ് 53n പ്ലസ് 232 ഈക്വൽ 0. ഇത് ബി സ്ക്വയർ മൈനസ് സ്പ്ലിറ്റ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ബി സ്ക്വയർ മൈനസ് 4ac ഉപയോഗിച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നല്ലത്. എ ഈക്വൽസ് 3, ബി ഈക്വൽസ് മൈനസ് 53, ജി ഈക്വൽസ് 232. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചാണല്ലോ. യെസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. യെസ്, പഠിക്കാം. ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ബി സ്ക്വയർ മൈനസ് 53ൻ്റെ സ്ക്വയർ മൈനസ് 4ac. 4 ഇൻറ്റു 3 ഇൻറ്റു സി ഈസ് 232 ബി സ്ക്വയർ മൈനസ് 4ac. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2809. സ്ക്വയർ കണ്ടോളൂ. മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2784 റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് കാണാം. റൂട്ട് ഓഫ് 2809 മൈനസ് 2784 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടണ്ടേ? ആ നമ്പറിൻ്റെ റൂട്ട് നമ്മൾ മൈനസ് ചെയ്ത് നോക്കാം. 2809 മൈനസ് 2784 5 അല്ലേ? 25 റൂട്ട് 25 ദാറ്റ് ഈസ് 5. നമുക്ക് എക്സ് എങ്ങനെ കാണാം? എക്സ് ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ദാറ്റ് ഈസ് മൈനസ് ബി. ബി ഈസ് മൈനസ് 53. ദെൻ മൈനസ് ബി ഈസ് 53. പ്ലസ് ഓർ മൈനസ് പ്ലസ് ഇടാം, 5 ഇടാം. 5 2a, 2 ഇൻറ്റു എ ഈസ് 3, 2 ഇൻറ്റു 3 58 ബൈ 6, 58 ബൈ 6 അല്ലേ? 58 ബൈ 6 കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. 2 കൊണ്ട് കട്ട് ചെയ്യാൻ 29 ബൈ 3. ഇനി മൈനസ് ഇട്ട് ചെയ്യാം. 53 ഇപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ കിട്ടി, മൈനസ് ഇട്ട് ചെയ്യാം. 53 മൈനസ് 5 ബൈ 2 ഇൻറ്റു 3. 53 മൈനസ് 5 ഈസ് 48 ബൈ 6, 8. അപ്പോൾ n എന്തായാലും ഹോൾ നമ്പർ വരുള്ളൂ. 29 ബൈ 3 എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽസ് വരും. അതല്ല, n ഈസ് ഓൾവേസ് എ ഹോൾ നമ്പർ. ദെൻ n ഈക്വൽസ് 8. n ടേംസ് ഉണ്ട്. ഈ എ പിയിൽ n ടേംസ് ഉണ്ട്. ഫൈൻഡ് ദി ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം മീൻസ് ലാസ്റ്റ് ടേം. n ടേംസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടേം ഈസ് ദി 8th ടേം. ലാസ്റ്റ് ടേം ഈസ് ദി 8th ടേം. അപ്പോൾ ഈ എ പിയുടെ 8th ടേം കണ്ടാൽ മതി അല്ലേ? 8th ടേം കാണാനുള്ള ഫോർമുല എന്താണ്? A8 ഈക്വൽസ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് 8th ടേം കാണണമെങ്കിൽ 8 മൈനസ് 1 ഇൻറ്റു ഡി. That is, what is A is 25 plus 7d. 7 into d is minus 3. 25 minus 21. That is 4. 4 is the 8th term. കണ്ടോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് വരാൻ ഒരു ചാൻസ് ഉള്ളതാണ്. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അരിത്തമെറ്റിക് പ്രോഗ്രഷനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. 2 ചാപ്റ്ററും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇടണമെന്ന് അവർക്ക് തോന്നിയാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്സാം ഓറിയൻറ്റേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ എക്സാമിന് വരുന്ന ഒരു എക്സാം ഓറിയൻറ്റേറ്റ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് അതിനകത്ത് ഏതെങ്കിലും വരണമെങ്കിൽ എക്സാമിന് വരേണ്ടതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഇത് വീഡിയോ കണ്ടിട്ട് വെറുതെ ഇരിക്കരുത്. വീഡിയോ കണ്ടു അങ്ങനെയല്ല, ഈ വീഡിയോ കണ്ടാൽ ആ വീഡിയോ കണ്ട ശേഷം അപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സ്വയം ചെയ്ത് നോക്കണം. ബുക്കിലോട്ട് ഒരു നോട്ട്ബുക്ക് വേണം. ഓൺലൈൻ ട്യൂഷനാണ്.